ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സജിത്ത് ചെരണ്ടത്തൂർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സജിത്ത്, ഇത് നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വലിയ രോഷവും അമർഷവും നിരാശയും ഒക്കെ ഉണ്ടാക്കിയ ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നുള്ളതാണ് PB അനിത ചെയ്ത തെറ്റ്. അതിനിപ്പോൾ അവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ അവർ അപ്പീൽ പോകുന്നു. അവർക്ക് അനുകൂലമായി ഉത്തരവിറങ്ങുന്നു. ഇപ്പോഴും ആ ഉത്തരവ് പാലിക്കപ്പെടാൻ ഒരു സ്ത്രീ മന്ത്രിയായ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളത് എത്ര കണ്ട് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇത് ഒരു പ്രതികാര നടപടി തന്നെയാണോ? ശരിക്കും ഇത് അധാർമികവും അന്യായവുമായുള്ള പ്രവൃത്തി കഴിഞ്ഞ വർഷം ജനുവരി 18 മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ത്രീ എന്ന പരിഗണനയോ അല്ലെങ്കിൽ നിപ്പ കാലത്തോ കോവിഡ് കാലത്തോ സമൂഹത്തെ ആകമാനം ചേർത്ത് പിടിച്ച, അതായത് ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച നഴ്സുമാരോട് ചെയ്യുന്ന അങ്ങേയറ്റം അനീതിയാണ് ഈ വക പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ തന്നെ വളരെ ദയനീയമാണ്. കാരണം വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരെ വീട്ടിലെ അച്ഛന് സുഖമില്ല, 2 ആൻജിയോഗ്രാം ചെയ്തു, അമ്മ ക്യാൻസർ ബാധിത, ഇത് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അവർക്ക് സർജറി കഴിഞ്ഞ് വീട്ടിലാണ്. സ്വന്തം മകള് പ്രസവിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നും അവർക്ക് നീതി കിട്ടേണ്ടത് ഉചിതമായ നടപടിയാണ്. പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ വലിയൊരു അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം മാർച്ച് 1-ാം തീയതിയാണ് ഈ ഹൈക്കോടതി വിധി അനിതാ സിസ്റ്റർക്ക് അനുകൂലമായി വന്നത്. എന്നാൽ 1 മാസവും 4 ദിവസവും പിന്നിട്ടിട്ടും ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, ഇവരെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ ഓഫീസർ